ഏവർക്കും ആഫ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു അനലോഗ് CCTV സിസ്റ്റത്തിൻ്റെ കമ്പോണൻസിനെ പറ്റിയായിരുന്നു പഠിച്ചത്. നമ്മളൊരു 6 കമ്പോണൻസ് പഠിച്ചു. അനലോഗ് CCTV ക്യാമറ, DVR, പവർ സപ്ലൈ, കേബിൾസ്, കണക്റ്റേഴ്സ്, ഡിസ്പ്ലേ ഡിവൈസസ്. ഇത്രയും കൂടെ ചേരുന്നതായിരുന്നു ഒരു അനലോഗ് CCTV സിസ്റ്റം. ഇനി നമുക്ക് ഓരോ കമ്പോണൻറ്റിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യമായി അനലോഗ് CCTV ക്യാമറ. ഒരു അനലോഗ് CCTV ക്യാമറയുടെ ഫങ്ഷൻ, അത് ഏത് ഏരിയയിലാണോ ക്യാമറ പ്ലേസ് ചെയ്തേക്കുന്നത് ആ ഏരിയയിലുള്ള വിഷ്വൽസിനെ നേരെ DVRലേക്ക് കൊടുക്കുക. ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? അനലോഗ് CCTV ക്യാമറ യൂസ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്? നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത് ആ ഒബ്ജക്റ്റിൽ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് വന്ന് വീണ് അതിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് വഴി റെറ്റിനയിൽ എത്തിയിട്ടാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്. നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഒരു ഐയുടെ ക്രോസ് സെക്ഷനാണ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൽ വെളിയിൽ നിന്നുള്ള ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് വന്ന് വീണിട്ട് ആ ലൈറ്റ് നേരെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് വഴി നമ്മുടെ റെറ്റിനയിൽ വന്ന് വീഴുമല്ലേ. ഈ റെറ്റിനയിൽ എന്തുണ്ട്? കുറേ നെർവ്സ് ഉണ്ട്. ഈ നെർവ്സ് ആണ് എന്ത് ചെയ്യുക? സിഗ്നൽസ് ആക്കി മാറ്റിയിട്ട് ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ബ്രെയിനിൽ വെച്ചിട്ടാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. എന്താണ് ഒബ്ജക്റ്റ് എന്നും അതിൻ്റെ സൈസും ലെങ്തും കളറും എല്ലാം ബ്രെയിനാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ണിൻ്റെ അതേ ഫങ്ഷൻ തന്നെയാണ് എന്ത് നമ്മുടെ ക്യാമറയും ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കണ്ണിൽ ഉള്ള പോലെ നമ്മുടെ ക്യാമറയിൽ എന്തുണ്ട്? ഒരു ലെൻസ് വേണം. റെറ്റിനയ്ക്ക് പകരം നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് വന്ന് വീഴുന്നുണ്ട്. ഈ വീഴുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ലെൻസ് വഴി എവിടെ വന്ന് വീഴും? നമ്മുടെ സ്ക്രീനിൽ വന്ന് വീഴും അല്ലേ. അപ്പം ഇവിടെ നിന്നുള്ള ലൈറ്റാണ് എന്ത് വന്ന് ചെയ്യുന്നത്? സ്ക്രീനിൽ വന്ന് വീഴുന്നത്. അപ്പോൾ ലൈറ്റാണ് സ്ക്രീനിൽ വന്ന് വീഴുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇതിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റണം. ഈ ലൈറ്റിനെ നമുക്കൊരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റണം. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഇമേജ് സെൻസർ പ്ലേസ് ചെയ്യുന്നത്. എവിടാണ്? സ്ക്രീനിൽ ഒരു ഇമേജ് സെൻസർ നമ്മൾ പ്ലേസ് ചെയ്യും. അത് എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ലൈറ്റിനെ നമുക്കൊരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഇമേജ് സെൻസർ വെച്ചേക്കുന്നത്. അപ്പം ഇത്രയുമാണ് ഒരു ക്യാമറയുടെ വർക്കിംഗ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇമേജ് സെൻസറുകളെ പറ്റി നോക്കാം. ഒരു അനലോഗ് CCTV സിസ്റ്റത്തിൽ മെയിനായിട്ടും വരുന്ന 2 ടൈപ്പ് ഇമേജ് സെൻസറുകളാണുള്ളത്. അതിൽ ഒന്ന് CCD എന്ന് പറയും. CCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് കപ്പിൾഡ് ഡിവൈസ്. അതിനെയാണ് CCD എന്ന് പറയുന്നത്. പഴയകാല ക്യാമറകളിലാണ് ഈ CCD കണ്ടുവരുന്നത്. ഇനി ഇപ്പോൾ ഇറങ്ങുന്ന HD ക്യാമറകളിലുള്ള ഇമേജ് സെൻസറാണ് CMOS എന്ന് പറയും. CMOS എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഇത്രയുമാണ് എന്ത് ഇമേജ് സെൻസറുകൾ. അപ്പം 2 ടൈപ്പ് ഇമേജ് സെൻസറാണുള്ളത്. CCD ഉണ്ട്, CMOS ഉണ്ട്. CCD നമ്മൾ പഴയകാല ക്യാമറകളിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. CMOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള HD ക്യാമറകളിലാണ് നമ്മൾ CMOS യൂസ് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് CCD എന്ന് നോക്കാം. അതിനൊരു ഫിഗർ കാണിക്കാം. ഇതാണ്, ഇതുപോലെ ഒരു മെറ്റീരിയലാണ് CCD. ഇതിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസിന് ഒരു അഡീഷണൽ എനർജി കിട്ടിയാൽ മാത്രമേ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ഈ അഡീഷണൽ എനർജി എവിടെ നിന്ന് കിട്ടും? ഈ വരുന്ന ലൈറ്റിൽ നിന്ന് കിട്ടുമ്പോഴാണ് ആ വരുന്ന ലൈറ്റിന് ആനുപാതികമായിട്ടുള്ള ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് ലൈറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നത്, CCD മാറ്റുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. CMOSനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഓക്കെ, ഇനി ഈ ലെൻസിനും നമ്മുടെ സ്ക്രീനിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിനും സ്ക്രീനിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. അത് നമുക്കിനി
പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകളിലെല്ലാം അത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് അത് പറഞ്ഞു തന്നത്. അപ്പം ഫോക്കൽ ലെങ്ത് എന്താണെന്ന് മനസ്സിലായി എല്ലാവർക്കും. ഓക്കെ, ഇനി ഈ അനലോഗ് CCTV സിസ്റ്റത്തിൽ പല തരം ലെൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട്, പല ടൈപ്പ് ലെൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഫിക്സഡ് ലെൻസ്. ഫിക്സഡ് ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാമറയുടെ ഫോക്കൽ ലെങ്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. ഫോക്കൽ ലെങ്ത് എന്താ? ക്യാമറയുടെ ലെൻസും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്തിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. അതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറ എവിടെ വെച്ചാലും ആ ഒരു പർട്ടിക്കുലർ വ്യൂ ആണ് കിട്ടുന്നത്. അതായത് ഒരു 20 മീറ്റർ ക്യാമറയാണെങ്കിൽ എങ്ങനെ പ്ലേസ് ചെയ്താലും ആ ഒരു 20 മീറ്ററിൻ്റെ വ്യൂ മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്കൊരു അടുത്തുള്ളൊരു ഒബ്ജക്റ്റിനെ ഒന്ന് ഫോക്കസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ദൂരെയുള്ള ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യണമെങ്കിലോ ആ ക്യാമറ കൊണ്ട് പറ്റില്ല. അത്തരം ലെൻസസ് ആണ് ഫിക്സഡ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ ലെൻസും സ്ക്രീനും തമ്മിൽ ഫിക്സ് ചെയ്തേക്കുന്നു. ആ ലെങ്ത്, അതാണ് ഫോക്കൽ ലെങ്ത്, അത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ലെൻസാണ് വേരി ഫോക്കൽ ലെൻസ്. പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, വേരി ഫോക്കൽ ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്തിനെ നമുക്ക് വേരി ചെയ്യിക്കാം. അപ്പോൾ ഈ ഫോക്കൽ ലെങ്തിനെ വേരി ചെയ്യിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, ഒന്നുകിൽ നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ദൂരെയുള്ള ഒബ്ജക്റ്റിനെ, അല്ലെങ്കിൽ അതിന് മിഡിലായിട്ട് എവിടെ വന്നോ വരുന്നോ ആ ഒബ്ജക്റ്റിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാൻ പറ്റും. അത്തരം ലെൻസുകളാണ് വേരി ഫോക്കൽ ലെൻസ്. ഇനി ഈ വേരി ഫോക്കൽ ലെൻസിനകത്ത് ഈ ഫോക്കൽ ലെങ്ത് നമ്മൾ മാനുവലി ആണ് ചേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ കൈ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ലെൻസാണ് മോട്ടോറൈസ്ഡ് സൂം ലെൻസ്. മോട്ടോറൈസ്ഡ് സൂം ലെൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വേരി ഫോക്കൽ ലെൻസാണ്. വേരി ഫോക്കൽ ലെൻസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മോട്ടോറൈസ്ഡ് സൂം ലെൻസ് എന്ന് പറഞ്ഞാൽ വേരി ഫോക്കൽ ലെൻസാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മാനുവലി അല്ല നമ്മൾ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നത്. ഈ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ മോട്ടോറൈസ്ഡ് സൂം ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത് ഫിഷ് ഐ ലെൻസ് ഉണ്ട്. ഫിഷ് ഐ ലെൻസ് ഒരു 360 ഡിഗ്രി നമുക്കൊരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫിഷ് ഐ ക്യാമറ യൂസ് ചെയ്യുന്നത്. ആ ഫിഷ് ഐ ക്യാമറയിൽ യൂസ് ചെയ്യുന്ന ലെൻസാണ് ഫിഷ് ഐ ലെൻസ്. ഒരു 360 ഡിഗ്രി കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ്. ഇനി അടുത്തതാണ് പ്രിസം ലെൻസ്. പ്രിസം ലെൻസ് കൂടുതലായിട്ടും ഹിഡൻ ക്യാമറകളിലാണ് യൂസ് ചെയ്യുക. ആ ലെൻസിനൊരു പ്രിസം ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ സീലിങ്ങിന് താഴെ ആയിരിക്കും പ്രിസം ലെൻസ് വെക്കുക. ബാക്കി ക്യാമറയുടെ പോർഷൻസ് സീലിങ്ങിന് മുകളിലായിരിക്കും. അല്ലെങ്കിൽ ഒരു വാളുണ്ടെങ്കിൽ വാളിന് ഫ്രണ്ടിൽ ലെൻസ് ഇരിക്കും, ബാക്കിൽ ക്യാമറയുടെ ബാക്കി പോർഷൻസ് ഇരിക്കും. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ക്യാമറയാണെന്ന് പറയില്ല. അത്തരം ഹിഡൻ ക്യാമറകളിൽ യൂസ് ചെയ്യുന്ന ലെൻസാണ് പ്രിസം ലെൻസ്. ഇനി ആറാമത് വരുന്ന ലെൻസാണ് പിൻ ഹോൾ ലെൻസ്. പിൻ ഹോൾ ലെൻസും ഹിഡൻ ക്യാമറകളിൽ യൂസ് ചെയ്യുന്ന ലെൻസാണ്. ഈ ലെൻസ് ഒരു വളരെ ചെറിയൊരു ഹോളിനകത്തായിരിക്കും പ്ലേസ് ചെയ്യുക. ആ ഹോൾ എന്നുള്ള ഒന്നുകിൽ വാള് അല്ലെങ്കിൽ സീലിംഗ് ഇവിടെ ആയിരിക്കും ഇരിക്കുക. ബാക്കി ക്യാമറയുടെ പോർഷൻസ് സീലിങ്ങിന് മുകളിലോ വാളിന് ബാക്കിലോ ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അപ്പം ഈ പ്രിസം ലെൻസും പിൻഹോൾ ലെൻസും യൂസ് ചെയ്യുന്നത് ഹിഡൻ ക്യാമറകളിലാണ്. അപ്പം കോമൺ ആയിട്ട് ഇത്രയും ലെൻസുകളാണ് ഒരു CCTV സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ആ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.